നമസ്കാരം, ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ. നാം ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം ബാരിയാട്രിക് സർജറി പറ്റിയാണ്. ബാരിയാട്രിക് സർജറി എന്നാൽ പൊണ്ണത്തടിക്ക് ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്. പൊണ്ണത്തടിയുള്ള എല്ലാവരിലും ഈ ശസ്ത്രക്രിയ ചെയ്യുകയില്ല. ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടി ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആഹാര ക്രമീകരണം കൊണ്ട് പൊണ്ണത്തടി കുറയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ആണ് ശസ്ത്രക്രിയയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്നത്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഭാരം കുറയ്ക്കുവാനായി രോഗിക്ക് മോട്ടിവേഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ട്, രോഗിക്ക് മറ്റ് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. മൂന്ന്, രോഗിയുടെ വയറ്റിൽ മറ്റ് പ്രശ്നങ്ങൾ, മുഴകളോ മറ്റ് പ്രയാസങ്ങളോ ഉണ്ടോ എന്ന് പരിശോധനയോടെ മനസ്സിലാക്കേണ്ടതാണ്. നാല്, ഒരു എൻഡോസ്കോപ്പി മുഖാന്തരം ആമാശയത്തെ നിരീക്ഷിക്കേണ്ടതാണ്. ആരൊക്കെയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടുന്നത്? ശസ്ത്രക്രിയ നിശ്ചയിക്കുന്നത് BMIയുടെ അടിസ്ഥാനത്തിലാണ്. BMI എന്നാൽ രോഗിയുടെ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്ന സമവാക്യം ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ആ കണ്ടുപിടിക്കുന്ന സംഖ്യ 32.5 ഉണ്ടാവുകയും രോഗിക്ക് രക്തസമ്മർദ്ദം, ഡയബറ്റിസ് മെലിറ്റസ്, സന്ധിവാതം, കിടക്കുമ്പോൾ ശ്വാസം മുട്ടൽ, കൂർക്കം വലി മുതലായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതാണ്. അല്ലെങ്കിൽ 37.5 BMI ഉള്ളവർക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതാണ്. എന്തൊക്കെ തരം ശസ്ത്രക്രിയകളാണ് നിലവിലുള്ളത്? ഈ ശസ്ത്രക്രിയകൾ പൊതുവെ ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറി വഴിയാണ് ചെയ്തു വരുന്നത്. ഇത് പലതരത്തിലുള്ള ശസ്ത്രക്രിയകളാകാം. ആമാശയത്തിനെ ഒരു അറയായി തിരിച്ച് ചെറുകുടലുമായി യോജിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. ആമാശയത്തിൻ്റെ അളവിനെ തന്നെ കുറയ്ക്കുന്ന ശസ്ത്രക്രിയയാണ് സ്ലീവ് ഗ്യാസ്ട്രക്ടമി. രോഗിയുടെ BMIയുടെ അളവനുസരിച്ചിട്ടാണ് ഏത് ശസ്ത്രക്രിയയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത്. ആദ്യം പറഞ്ഞ ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യുക വഴി രോഗി കഴിക്കുന്ന ആഹാരം കുറയുകയും കഴിക്കുന്ന മുഴുവൻ ആഹാരം ആഗീരണം ചെയ്യപ്പെടാതാവുകയും ചെയ്യുന്നു. അതുമൂലം സംഭവിക്കുന്നത് എന്തെന്നാൽ രോഗിയുടെ വെയിറ്റ് കുറയുന്നുണ്ട്. കുറയുന്നതിനോടൊപ്പം തന്നെ ചില മൂലകങ്ങളുടെ കുറവും ശരീരത്ത് പ്രത്യക്ഷപ്പെടാം. ആദ്യം പറഞ്ഞ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യുക വഴി ആമാശയത്തെ ഒരു ചെറിയ അറയായി വേർതിരിച്ചതിന് ശേഷം ചെറുകുടൽ അതിലോട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ആമാശയത്തിലേക്ക് കുറച്ച് ആഹാരം മാത്രമേ കിടക്കുകയുള്ളൂ. അത് മാത്രമല്ല, ആമാശയത്തിൽ കിടന്ന ആഹാരം ചെറുകുടലിലേക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു. അതുമൂലം മുഴുവൻ ആഹാരം ദഹിക്കാതെ വരികയും ശരീരത്തിന് വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ സ്ലീവ് ഗ്യാസ്ട്രക്ടമിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണ രീതിയിൽ ആമാശയം ഒരു 2 ലിറ്റർ ഓളം കൊള്ളുന്ന ഒരു അറയാണ്. ആ അറയെ ഒരു 150 ml 200 ml ആയിട്ടുള്ള അറയായി വേർതിരിക്കുന്നു. അതുമൂലം രോഗി കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ. കഴിച്ചാൽ തന്നെ പെട്ടെന്ന് നിറയുന്നതായിട്ട് അനുഭവപ്പെടുന്നു. എന്നാൽ ഈ രോഗി എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ആഹാരം കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സാധാരണ പ്രവൃത്തികളിലേക്കും എക്സസൈസിലേക്കും രോഗിക്ക് പോവുകയും ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രലിൻ എന്ന ഹോർമോൺ കുറയുകയും ആഹാരത്തിനോടുള്ള ആർത്തി കുറയുകയും ചെയ്യുന്നു. ഏത് ശസ്ത്രക്രിയയായാലും അത് ചെയ്യുക വഴി ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രോഗിയെ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി ശരീരത്തെ പാകപ്പെടുത്തുന്നു. രോഗി കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ പരവേശവും ആഹാരത്തിനോടുള്ള ആർത്തിയും ഇല്ലാതെയാവുന്നു. ഈ ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഡയബറ്റിസ് കൺട്രോൾഡ് ആകുന്നു, പ്രഷർ കൺട്രോൾഡ് ആകുന്നു, കൊളസ്ട്രോൾ കൺട്രോൾഡ് ആകുന്നു, ജോയിൻറ്റ് പെയിൻ നേരത്തെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെയാകുന്നു, സ്ലീപ്പ് അപ്നിയ അഥവാ ഉറങ്ങുമ്പോൾ ശ്വാസം മുട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ക്രമേണ ഇല്ലാതാവുന്നു. ഇങ്ങനെ രോഗിക്ക് ഒരു സാധാരണ നിലയിലുള്ള രീതിയിലേക്ക് പോകാൻ സഹായിക്കുന്നു. ബാരിയാട്രിക് സർജറി ഒരു സേഫായിട്ടുള്ള ഓപ്പറേഷനാണോ? ഇത് കൂടുതലും ബാരിയാട്രിക് സർജൻ ചില പ്രത്യേക മുൻകരുതലുകളെടുത്ത് ചെയ്യേണ്ടുന്ന ഒരു ഓപ്പറേഷനാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള രോഗികളിൽ വെയിനുകളിൽ രക്തം കട്ട കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കട്ടയായിട്ടുള്ള രക്തം സർക്കുലേഷൻ വഴി ശ്വാസകോശത്തിലെത്തുകയും ശ്വാസകോശത്തിന് തടസ്സമുണ്ടാവുകയും കൂടുതൽ പ്രയാസത്തിലേക്ക് നയിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള
പ്രിക്കോഷൻസ് സർജൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ചില ശൈലികളിൽ മാറ്റം വരുത്തേണ്ടതാണ്. ആ മാറ്റങ്ങൾ എന്തെന്നൊക്കെ ആണെന്ന് ചോദിച്ചാൽ, കുറച്ച് ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കഴിക്കുമ്പോൾ തന്നെ അത് കൂടുതലും മാംസ്യാഹാരത്തിലേക്ക് മാറ്റേണ്ടതാണ്. മാംസ്യാഹാരം എന്ന് പറയുമ്പോൾ പ്രോട്ടീനാണ് ഉദ്ദേശിക്കുന്നത്, മാംസമല്ല. അതുകൂടാതെ അന്നജം കുറയ്ക്കേണ്ടതാണ്. ഓയിലി ഫുഡ്സും പ്രത്യേകിച്ചും കുറയ്ക്കേണ്ടതാണ്. ആഹാരം ബൾക്കായി കഴിക്കുന്നത് ഒഴിവാക്കേണ്ടുന്നതാണ്. കൂടുതലും വെള്ളം കുടിക്കുമ്പോൾ നുണഞ്ഞു കുടിക്കുന്നത് ശീലമാക്കേണ്ടതാണ്. സാധാരണ രീതിയിൽ ബാരിയാട്രിക് സർജറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് പല രീതിയിലും പലതാണ്. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെയിറ്റ് ലോസ് ആദ്യം തന്നെ ഉണ്ടാകുന്നു. സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞ ശസ്ത്രക്രിയ ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് ഗ്രാജുവലായിട്ട് മാത്രമേ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുള്ളൂ. ഏത് തരത്തിലുള്ള ശസ്ത്രക്രിയ ആയാലും അഭികാമ്യമായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷം പലരും പല രീതിയിലാണ് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. അത് ശസ്ത്രക്രിയ ഏതാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ ശീലിക്കുന്ന ആഹാര രീതിയും ഡിപ്പെൻഡ് ചെയ്തെടുക്കും. പാലിക്കേണ്ട രീതിയിൽ ആഹാര രീതികൾ പാലിച്ചാൽ സാധാരണ രീതിയിൽ കൂടിയ വെയിറ്റിൻ്റെ 60% അധികം വെയിറ്റ് 6 മാസത്തിനുള്ളിൽ കുറയ്ക്കാവുന്നതാണ്.